ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ഡേ ഇട്ട വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്, പാർട്ട് 2 ആണ്. വന്ന് ഞങ്ങൾ നന്ന് യൂബറിൽ കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബക്രയ്ക്ക് പോവുകയാണ്, സൂക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൂക്കിലെത്തി അൽഫീനെ ഉരുട്ടിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുക. അപ്പോൾ നല്ല വിശപ്പാണ്, ഫുഡ് കഴിച്ചിട്ടില്ല. പാലും മത്തായി മുമ്പിൽ നടന്നു, ഞാൻ പതുക്കെ പുറകെ നടക്കുക. പിള്ളേരൊക്കെ ഇതുപോലെ ഈ സാധനമൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുക. സൈക്കിൾ ഓടിക്കുന്നുണ്ട്, യൂണിസൈക്കിളുണ്ട്. അങ്ങനെ അതൊക്കെ ഓടിച്ച് പിള്ളേരൊക്കെ കറങ്ങി നടക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അൽസീബി കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഫിഷ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അൽഫി നല്ല ഉറക്കമാണ്. അൽഫിയെ കൊണ്ട് ശല്യമൊന്നുമില്ല, അവൾ ഉറങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടാൻ കുറച്ച് സമയം പിടിച്ചു, എന്നാലും പിന്നെ ഇരുന്ന് സമയം പോയി. നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ടോക്കൺ പോലെ നമ്പർ എടുത്തിട്ട് അങ്ങനെയൊക്കെ. കൊച്ചാണെങ്കിൽ വിശന്ന് കറങ്ങിയിരിക്കുക. അങ്ങനെ നമ്മളും ഇതുപോലെ പ്ലേറ്റ് കൊണ്ടുവരുന്നു. വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 3/4 മണിക്കൂർ കൂടുതലെടുത്തു. പിന്നെ ഫുഡ് കൊണ്ടുവന്നു. സീബാസാണ് മീൻ, പിന്നെ ഒരു മിക്സ് ചെയ്ത റൈസ് എടുത്ത്, വൈറ്റ് റൈസും പിന്നെ മറ്റത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. അവിടെ നിന്ന് ഇപ്പോഴും അൽഫി നല്ല ഉറക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇപ്പം ആ സംഭവം ബേബി സ്ട്രോളർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഇവിടെയൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ ഇതിലിരുത്തി കഴിഞ്ഞാൽ അവൾക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. അങ്ങനെ ഉറങ്ങി. പിന്നെ ഞങ്ങൾ സൂക്കിൻ്റെ അകത്ത് കൂടെ നടന്ന് അപ്പുറത്ത് നമ്മുടെ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഇക്കായി വാലുമ്പോൾ ഫ്രണ്ടിൽ നടക്കും, ഞാൻ പുറകിൽ കുഞ്ഞിനെയും കൊണ്ട് നടപ്പാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇതാണ് ആ ഭാഗം. സൂക്കിൻ്റെ അകത്തു കൂടെ കയറി നമ്മളിങ്ങനെ കടലിൻ്റെ സൈഡിൽ വന്നിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നടന്നു. ഇക്ക അൽഫിയെ ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെയാണ് കണ്ടാണ് ഇങ്ങനെ ഈ എന്താ പറയുക, കുടിൽ പോലത്തെ എന്തോ സാധനം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ട് കിടപ്പുണ്ട്. ദൂരെ നിന്ന് ലൈറ്റുകൾ ഇങ്ങനെ കാണാം. പാലിമിന് മണ്ണ് കണ്ട പാലിമ അവിടെ പോയിരുന്നു. ഞങ്ങളവിടെ ഒരു ബെഞ്ചുണ്ട്, അവിടെ അൽഫിയെ ഇരുത്തി ഞങ്ങൾ രണ്ടുപേരും ആ ബെഞ്ചിലിരുന്നു. അവൻ കിട്ടിയ നേരത്തിന് മണ്ണിലൊക്കെ കളിക്കുക. അങ്ങനെ ഇക്കായി ഞാനും കൂടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവൻ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നു. അവൻ കളിച്ചിട്ടും മതിയാകുന്നില്ല. അവസാനം അവൻ കിടന്ന് ഉരുണ്ടൊക്കെ കളിക്കുകയാണ്. അങ്ങനെ കുറേ നേരം മണ്ണിലിരുന്ന് കളിയായിരുന്നു. എത്ര നേരം, അല്ലെങ്കിൽ ഈ ടൈമിൽ ഉറങ്ങുന്ന ആളാണ്. 12 മണിയൊക്കെ കഴിഞ്ഞു, എന്നിട്ടും അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവനെ വിളിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ തിരിച്ച് പോകാമെന്നായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അവർക്ക് ടോയ്ലറ്റിന് പോകണമെന്നുണ്ട്. അവർ രണ്ടുപേരും ടോയ്ലറ്റിൽ പോയി, ഞാനും കുഞ്ഞും കൂടെ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ആ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി. വീണ്ടും ഒരു യൂബർ ബുക്ക് ചെയ്തു. ഞങ്ങളുടെ യാത്ര യൂബറിലാണ്. അങ്ങനെ അതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നു. ആലിമ ഇടയ്ക്കിടയ്ക്ക് അൽഫിയെ വന്ന് നോക്കും, പോകും. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. ഇപ്പോൾ യൂബർ വന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ടാറ്റാ.